ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ മൈസൂർ താമസിച്ച ഹോട്ടലിൻ്റെ വീഡിയോസ് ആട്ടോ കാണിക്കുന്നത്. റീബോ പ്രീമിയം ആകാശ് മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഊട്ടിയിലേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിൽ നമ്മൾ അവിടെ ചെന്നപ്പം നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു റിസോർട്ട് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൈസൂർ എത്തിയപ്പോൾ തന്നെ ആദ്യം ഞങ്ങൾ വന്നിട്ട് ഹോട്ടൽ ഓക്കെ ആണോ എന്ന് നോക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ടൂറിസ്റ്റ് പ്ലേസിലോട്ട് കാണാൻ വേണ്ടി പോയത്. അപ്പം നമുക്കിവിടെ വന്നു, നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു. റൂമൊക്കെ നല്ലതായിരുന്നു. പിന്നെ മാത്രമല്ല ഈസിലി ആക്സസിബിൾ ആണ്, നമ്മുടെ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് മൈസൂർ പാലസിലോട്ടും മൈസൂർ സൂവിലോട്ടും ഒക്കെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. ഞങ്ങളിവിടെ റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ മൈസൂർ പാലസിൽ പോയി, പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വൃന്ദാവൻ ഗാർഡൻസിൽ പോയി. അത് കഴിഞ്ഞിട്ട് അന്ന് നൈറ്റ് ഇവിടെ റൂമിൽ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാമുണ്ഡി ഹിൽസിൽ പോയി, അവിടുത്തെ ടെമ്പിളിലൊക്കെ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ചെക്കൗട്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മൈസൂർ സൂ ഒക്കെ കാണാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂമിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് റൂം നല്ല ഇഷ്ടപ്പെട്ടു. കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ടീയും കോഫിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിൽക്ക് പൗഡറും കോഫി പൗഡറും പിന്നെ കെറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് എഴുന്നേറ്റ് ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ ഒരു സ്മോൾ റെഫ്രിജറേറ്റർ ഉണ്ടായിരുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. പിന്നെ ഇതാട്ടോ നമ്മുടെ ഷെൽഫ്. ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് റൂമിൻ്റെ വീഡിയോ എടുത്തത്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു മോൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. പിന്നെ റൂമെല്ലാം നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. റൂമായാലും ബാത്റൂം ആയാലും എല്ലാം ക്ലീൻ ആയിരുന്നു. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ എവിടെ ഹോട്ടൽസിലായാലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രഷോ ഒരു ചീപ്പ് പിന്നെ സോപ്പ് ഷാമ്പു അങ്ങനത്തെ കുറച്ച് കോംപ്ലിമെൻ്ററി ഐറ്റംസ് വെക്കുമല്ലോ, അത് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഷവർ ജെല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുഡൊക്കെ കൊണ്ടുതരും. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഒരു ടൈപ്പിലുള്ള റൂമാണ് എടുത്തത്. അപ്പോൾ അകത്തൂടെ തന്നെ നമുക്ക് ഡോറുള്ള ടൈപ്പിൽ ബെഡ്റൂമാണ് എടുത്തത്. റൂമെല്ലാം സെയിം തന്നെ, ജസ്റ്റ് നടുക്കൂടെ ഒരു ഡോർ ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റ്. അപ്പം രാവിലെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ബുഫേ ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇഡലി ഉണ്ടായിരുന്നു, പിന്നെ വാട്ടർമെലൺ കട്ട്സ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ഉഴുന്നുവട ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്താ ഐറ്റം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ബിസിബെല്ലെ ബാത്ത് അങ്ങനെ എന്തോ ആയിരുന്നു പേര് കൊടുത്തിരുന്നത്. എന്തേലും ആവട്ടെ, ഞാനതെടുത്തില്ല. പിന്നെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ കേസരി ബാത്ത് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് ചായ കോഫി ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ചാമുണ്ഡി ടെമ്പിളിൽ പോയത്. പിന്നെ ടെമ്പിളിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്തത്. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ബ്രെഡും ബട്ടറും ജാമും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയി. റിസപ്ഷൻ ഏരിയയുടെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ സാരിയും അതുപോലെ സോപ്പും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വിൽക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് പോയി. ഒരു റൂമിന് 3200 സംതിങ് ആയിരുന്നു കേട്ടോ ആയത്. അങ്ങനെ നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മളിനിയും തിരിച്ചു പോവുകയാണ്. ഇതാണ് അവരുടെ പാർക്കിംഗ് സ്പേസ്. എന്തായാലും ഞങ്ങൾക്ക് റൂമൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.